ഒരു ബ്രാഞ്ച് അംഗത്തിന് തൊട്ടടുത്ത 10 വീട്ടുകളുടെ ചുമതല കൊടുക്കുമ്പോൾ നമ്മളുടെ പ്രസ്ഥാനം, നമ്മളുടെ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അതിരുകളിലുള്ള ഓരോ മനുഷ്യനെയും ഏറ്റവും നല്ല സഖാവ് എന്ന് പറഞ്ഞ് പരസ്പരം ചേർത്ത് നിർത്തുന്ന ഇടത്തിലേക്ക് വളർത്താനാണ്. അത് സഖാവാനാണ്. സഖാവ് എന്ന വാക്കിന് അത്തരത്തിൽ അർത്ഥങ്ങളുണ്ട്. സഖാവി ചേർത്ത് നിർത്തലിന്റെ ഇടമുള്ളയാളാണ്. സഖാവ് തിരിച്ചു വിളിക്കുന്ന, തിരികെ അങ്ങോട്ടും ഇങ്ങോട്ടും സംബോധന ചെയ്യപ്പെടുന്ന സഖാവ് എന്ന പദത്തിലേക്ക്, ആ അർത്ഥത്തിലേക്ക് സാമൂഹിക മനുഷ്യന്റെ എല്ലാ മനസ്സുകളെയും ചേർത്ത് നിർത്തുക, കൊണ്ടുവരിക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഏറ്റെടുക്കുന്ന സാംസ്കാരിക പ്രവർത്തനം. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മറ്റു മണ്ഡലങ്ങളിലേക്ക് കടന്നു നമ്മൾ പരിപാടികളിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് രാഷ്ട്രഭരണം ഉൾപ്പെടെ, സംസ്ഥാന ഭരണം ഉൾപ്പെടെ ഏറ്റവും നല്ല ഇടങ്ങളിലേക്ക് നടത്തിക്കൊണ്ടു പോകുമ്പോൾ സാമൂഹിക തലത്തിൽ നമ്മൾക്കുണ്ടാകുന്ന സാംസ്കാരിക സംസ്കരണം സഖാവ് എന്ന വിളിപ്പേരിന് നമ്മൾ അർത്ഥവത്തായി മാറുക. സഖാവേ എന്ന് വിളിക്കുമ്പോ ഞാൻ നിന്റെ സഖാവാണ്, ഞാൻ നിന്റെ സഖിയാണ് എന്ന് പറയാൻ പറ്റുന്ന ആർദ്രത മനസ്സ് ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുക. ആ മനസ്സിന്റെ വിശാലങ്ങളുടെ ഇടയിലേക്ക് നമ്മളുടെ പ്രത്യയശാസ്ത്രത്തിന്റെ ഓരോ പടവുകളിലും കൈകോർത്ത് നടന്നു പോവുക. എവിടെ വരെ? ഈ ലോകത്തിൽ അസമത്വങ്ങൾ ഇല്ലാത്ത വലിയൊരു നാടിന്റെ മാനവിക വിമോചനത്തിന്റെ ആ സ്വർഗത്തിന്റെ തുരുത്തിൽ വരെ നമ്മൾ ഒന്നിച്ചു കൂട്ടായി നടക്കുക. സമ്മേളനത്തിന്റെ ആഹ്വാനം മറ്റൊന്നുമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സമ്മേളനം നടക്കുമ്പോൾ 23-ാം പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് 24-ാം പാർട്ടി കോൺഗ്രസിലേക്ക് കടക്കുന്ന സമയത്ത് ഇതിനിടയിലുണ്ടായ 3 വർഷക്കാലം, കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന്റെ നയപരിപാടികൾ പുതുക്കി നമ്മൾ നിശ്ചയിച്ചതിന് ശേഷം, പാർട്ടി പരിപാടികൾ നിശ്ചയിച്ചതിന് ശേഷം ഈ 3 വർഷക്കാലം ലോകത്തെല്ലാം എന്തെല്ലാം സംഭവിച്ചു എന്നാണ് നമ്മൾ നിങ്ങളുടെ ഈ നോട്ടീസിൽ കാണിക്കുന്ന അനുബന്ധ പരിപാടികളിലെല്ലാം ചർച്ച ചെയ്തത്. ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ വിഷയങ്ങളിലും ഓരോ സംഗമങ്ങളും സമ്മേളനങ്ങളും നടത്തുമ്പോൾ നമ്മൾ അതാതിടങ്ങളിൽ എന്തെല്ലാം ഈ ഭൂമിയിൽ, ഈ ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞു ഈ കാലയളവിൽ എന്നാണ് പരിശോധന നടത്തുക. സാംസ്കാരിക സമ്മേളനം എന്നുള്ള നിലയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ലോകത്ത് എന്തെല്ലാം സംഭവിച്ചു. ഈ ലോകത്ത് സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം യുദ്ധഭൂമിയുടെ വിസ്തൃതി കൂടി എന്നുള്ളതാണ്, അല്ലേ? 2022 ഏപ്രിൽ 6-ാം തീയതി മുതൽ നമ്മൾ കണ്ണൂർ ആരംഭിച്ച 23-ാം പാർട്ടി കോൺഗ്രസിന് ശേഷം നമ്മൾ 24-ാം പാർട്ടി കോൺഗ്രസ് 2025 ഏപ്രിൽ മധുരയിലേക്ക് കടക്കുന്ന സമയത്തിനുള്ളിൽ ഈ ലോകത്തിന്റെ 3-ാം ലോക മഹായുദ്ധത്തിന്റെ കാഹളങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ള ഒരു ശബ്ദത്തിലേക്ക്, പ്രകമ്പനത്തിലേക്ക് ഭൂമി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അന്ന് ആരംഭിച്ച ഉക്രൈൻ യുദ്ധം ഇപ്പം 1000 ദിവസങ്ങൾ കടന്നു കഴിഞ്ഞപ്പോ, നമ്മുടെ 23-ാം പാർട്ടി കോൺഗ്രസിന്റെ കാലയളവിൽ ആരംഭിച്ചിരുന്ന ഉക്രൈൻ റഷ്യ യുദ്ധം 1000 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോ 17,500 കോടിയുടെ സഹായം അമേരിക്ക ആർക്ക് കൊടുത്തു? എന്റെ ഉത്തരവില്ലാത്ത അമേരിക്ക റഷ്യക്ക് കൊടുത്തോ, ഉക്രൈന് കൊടുത്തോ? ആർക്കാ? സംശയമാണല്ലോ. കാസർഗോഡ് സഹാക്കന്മാർക്കോ? ഉക്രൈന് കൊടുത്തു. രസം എന്തെന്ന് ചോദിച്ചാൽ, ലോകരാജ്യങ്ങളുടെ ഏറ്റവും വലിയ സാംസ്കാരിക വേദി എന്ന് ഉദ്ഘോഷിക്കുന്ന G20 രാജ്യങ്ങളിൽ പെടുന്ന ഒരു രാജ്യമാണ് ഏത്? റഷ്യ. ആ G20 രാജ്യങ്ങളിൽ പെടുന്ന റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ വർഷത്തെ G20 സമ്മേളനം, 22-ലെ G20 സമ്മേളനത്തിന് തൊട്ട് മുമ്പാണ് ഉക്രൈൻ അനുവാദം വാങ്ങുന്നത്. അപ്പൊ G20 രാജ്യങ്ങൾ തമ്മിലുള്ള ധാരണ അമേരിക്ക എവിടെ കളയുന്നു? നമ്മുടെ ലോകത്ത് സംഭവിച്ച ഒരു സാംസ്കാരിക ഇടത്തെ വലിയ മുതലാളിത്ത രാജ്യങ്ങൾ, അല്ലെങ്കിൽ ലോകത്തിന്റെ 80% സമ്പത്തും കൈകാര്യം ചെയ്യുന്ന, 85% സമ്പത്തും കൈകാര്യം ചെയ്യുന്ന G20 രാജ്യങ്ങളുടെ കൂട്ടായ്മ ഈ ലോകത്തിൽ നടക്കേണ്ടുന്ന ഏറ്റവും നല്ല നയപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതാണെന്ന് തീരുമാനിക്കുമ്പോൾ അതിനകത്ത് കൈകൊടുത്ത് ഒന്നിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി G20 രാജ്യങ്ങളുടെ കപ്പിത്താനായിരിക്കുന്ന അമേരിക്ക 17,000
$2500 ആയുധങ്ങൾ ഉക്രൈന് കൊടുത്ത് അടിച്ചോ റഷ്യ തകർത്തോ എന്ന് പറയുമ്പം ഇതിനകത്തുള്ള സാംസ്കാരിക ഇടത്തിന്റെ വിശാലത, ആ വിശാലതയില്ലാത്ത ഒരു കൂട്ടുകെട്ട് സാംസ്കാരികമാണോ അല്ലയോ നമ്മൾ പരിശോധിക്കണം. നമ്മുടെ സാംസ്കാരിക സദസ്സുകൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ അത് വിശകലനം ചെയ്യണം. നമ്മളൊരു സാംസ്കാരിക സദസ്സ് എന്ന് പറഞ്ഞ ഒരു സിനിമാ നടി ഉദ്ഘാടനം ചെയ്യാൻ വരികയും ഒരു സിനിമാ നടൻ അത് സംസാരിക്കാൻ വരികയും ചെയ്യുമ്പോൾ നമ്മളുടെയൊക്കെ ഒരു കാഴ്ചപ്പാട് എന്താ? ബാക്കി വേദിയിൽ കുറച്ച് കവികളും കഥാകാരന്മാരും നാടക പ്രവർത്തകരും അങ്ങനെയുള്ളവരിയ്ക്കും. നമ്മളുടെ അനുഭവങ്ങൾ സിനിമയിൽ ഞാൻ മീശമാധവൻ അഭിനയിക്കുന്ന സമയത്ത് ആ സീനിൽ ജഗതിച്ചേട്ടൻ കൂടെ നിന്നപ്പോ ആ ജഗതിച്ചേട്ടന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ എനിക്ക് ആ സീൻ അഭിനയിക്കാൻ പറ്റാതെ ഞാൻ ചിരിച്ചുപോയി എന്നൊക്കെ പറയുന്ന നമ്മുടെ അനുഭവ സാക്ഷ്യങ്ങളും കൗതുകങ്ങളും ഒക്കെ പങ്കുവെക്കുക എന്നൊരിടത്തേക്കാണ് പൊതുജനം പ്രതീക്ഷിക്കുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഒരു സമ്മേളന വേദിയിൽ സാംസ്കാരിക സദസ്സ് എന്ന് പറയുമ്പോൾ ഏത് സിനിമാ നടൻ വന്നാലും ഏത് സിനിമാ നടി വന്നാലും അതല്ല ഏത് കൊമേഡിയൻ വന്നാലും ഏത് കാർട്ടൂണിസ്റ്റ് വന്നാലും നമ്മൾ അവിടെ സംസാരിക്കുന്ന ഈ ലോകത്ത് സംഭവിച്ചിരിക്കുന്ന സാംസ്കാരിക ഇടങ്ങളുടെ വളർച്ചയും അപജയവും സാധ്യതയും പരിമിതികളും തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക കൂട്ടായ്മയായിരിക്കുന്ന, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സായിരിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായിരിക്കുന്ന G20 അതിന്റെ 22ാം വർഷത്തിലെ 2022 വർഷത്തിലെ ഉന്നതതല യോഗത്തിന് തൊട്ടു മുമ്പാണ് ഉക്രൈൻ അമേരിക്കയോട് പെർമിഷൻ എടുത്തുകൊണ്ട് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കേരള ഘടകത്തിന്റെ സമ്മേളനം നടക്കുമ്പോൾ, നിങ്ങളുടെ വേടകത്തെ ഏരിയയിലെ സമ്മേളനം നടക്കുമ്പോൾ നമ്മൾ ശക്തമായി എതിർക്കും. G20 എടുക്കുന്ന സാംസ്കാരിക നിലപാടുകൾ തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്താൻ പറയണ്ടേ. അപ്പൊ നമ്മൾ G20 എന്താണെന്ന് അറിയണം. G20യുടെ രാഷ്ട്രീയ നിലപാട് എന്താണെന്ന് അറിയണം. G20 രാജ്യങ്ങളുടെ പ്രത്യയശാസ്ത്രം എന്തെന്നറിയണം. ഈ G20 രാജ്യങ്ങൾ G7 ആയിരുന്നപ്പോൾ ഒറ്റ രാഷ്ട്രീയ നിലപാടും പ്രത്യയശാസ്ത്രം ഉണ്ടായിരുന്നുള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിത്ത രാജ്യങ്ങളായിരിക്കുന്ന 7 രാജ്യങ്ങൾ, US, UK, കാനഡ, ഇറ്റലി, ജർമ്മനി, അങ്ങനെ തുടങ്ങി 7 രാജ്യങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ അവര് ഉദാര മുതലാളിത്ത വ്യവസ്ഥയിൽ നിന്ന് രാജ്യങ്ങളായിരുന്നു. ഒരു സമാന സ്വഭാവമുള്ള രാജ്യങ്ങളായിരുന്നു. അതിനനുബന്ധ രാഷ്ട്രീയമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ത്യയും റഷ്യയും പോലെയുള്ള രാജ്യങ്ങൾ വളരെ വളരെ ശ്രമിച്ചിട്ട് 99 മുതൽ ചർച്ച ചെയ്തിട്ട് 2008 ആണ്ടിൽ നമ്മൾ 2008-03 മറന്നുപോയി പെട്ടെന്ന്, ആ സമയത്ത് നമ്മൾ അതിന്റെ ഉന്നതതല യോഗം ആദ്യമായി ചേരുന്ന സമയത്ത് ഇത്തരം രാജ്യങ്ങളും കൂടെ G20യിലേക്ക് പോകുമ്പോൾ വ്യത്യസ്ത കാഴ്ചപ്പാടും വ്യത്യസ്ത പ്രത്യയശാസ്ത്രവും വ്യത്യസ്ത നിലപാടുകളും വ്യത്യസ്ത സാമ്പത്തിക സ്ഥിതിയുമുള്ള രാജ്യങ്ങളാണ് അങ്ങോട്ട് ചേർന്നത്. പക്ഷെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ അന്നത്തെ ആവശ്യവും അന്നത്തെ ആഗ്രഹവും ലോക നയപരിപാടികളിൽ നമുക്ക് നേരിട്ട് ഇടപെടാം. എന്നിട്ട് എന്തേ യുദ്ധത്തിനെതിരെ ഇന്ത്യ സംസാരിക്കുന്നില്ല? എന്നിട്ട് എന്തേ അമേരിക്ക ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് നടത്തുന്ന യുദ്ധവെറിക്കെതിരെ ഇന്ത്യ സംസാരിക്കുന്നില്ല? കാരണം ഇന്ത്യ ഇന്ന് ഭരിക്കുന്നത് ഏറ്റവും വലിയ വർഗീയ സാമ്രാജ്യത്വ പ്രീണന പാർട്ടികളുടെ കേന്ദ്ര ഭരണത്തിന് കീഴിലാണ്. ലോകത്തിന്റെ മാനവികത എവിടെയെന്ന് ചോദിച്ചാൽ അത് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വർഗീയതയുടെ ഫാസിസ്റ്റ് മുഖങ്ങളിൽ നിൽക്കുന്ന ഭരണമാണ് കേന്ദ്ര ഭരണത്തിൽ എന്നുള്ളത് കൊണ്ടുതന്നെ ലോകത്തിന്റെ ഏറ്റവും വലിയ സാംസ്കാരിക ഇടമായിരിക്കുന്ന G20യുടെ അംഗമായിരിക്കുമ്പോൾ പോലും സാംസ്കാരിക ഇടം എന്ന് ചിന്തിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അംഗമായിരിക്കുമ്പോൾ പോലും ഇന്ത്യക്ക് ഒരു അക്ഷരം പറയാനില്ലാത്ത രീതിയിലേക്ക് ഇന്ത്യ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാംസ്കാരിക സദസ്സുകളുടെ മുദ്രാവാക്യം ലോകത്തിൽ ഏറ്റവും വലിയ മാനവികത ഇടങ്ങളിലേക്ക് സർഗ ചൈതന്യമായി മാറുന്ന ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങളുടെ പ്രസ്ഥാനം എന്ന് പറയുന്നതായി മാറേണ്ടിയിരിക്കുന്നു. ഞാൻ കൂടുതൽ വിശാലമായ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. കാരണം ഇനിയിപ്പോ സമയം വളരെ ചുരുക്കമാണ്. മാവേലിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് എവിടെ നിന്നാണ് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ സമ്മേളനത്തിൽ അന്തർദേശീയവും ദേശീയവും സംസ്ഥാന തലവും പ്രാദേശികവുമായ വിഷയങ്ങളിലേക്ക് എത്തുന്നത്? പാർട്ടി സമ്മേളന വേദിയിൽ പോലും അല്ലെങ്കിൽ പാർട്ടിയോട് ബന്ധപ്പെട്ട് അനുഭവ പ്രവർത്തകരായി നിൽക്കുന്നവർക്ക് ഒരുപക്ഷെ ഈ ചുറ്റുപാടും കേട്ടു നിൽക്കുന്ന ആർക്കെങ്കിലും സംശയമുണ്ട്, എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളന വേദികൾ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത്?
അല്ലെ? അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ ഇങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത്. എവിടെയാണ് മാനവികതയ്ക്ക് കോട്ടം വരുന്നത്? എവിടെയാണ് മനുഷ്യ സ്നേഹമില്ലായ്മ വരുന്നത്? മനുഷ്യനെ ചേർത്ത് നിർത്തുന്നതിൽ ഒരു രാഹിത്യം ഉണ്ടാവുന്നത് എവിടെയാണ്? അവിടെ ശബ്ദിക്കുന്ന ഉയർച്ചയുള്ള ഉയർന്നു നിൽക്കുന്ന ശബ്ദം കമ്മ്യൂണിസ്റ്റുകാരൻ്റെതാണ് എന്നുള്ളത് കൊണ്ട് ഇങ്ങ് കേരളത്തിന്റെ വടക്കേ അറ്റത്ത് കിടക്കുന്ന ബേഡകത്തുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനും എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ഈ പ്രത്യയശാസ്ത്രത്തിൽ ഈ സാംസ്കാരിക സദസ്സിൽ ഇത്തരം ചിന്തകളിലേക്ക് തന്നെ പോകും. ഇവിടെ ഇന്ത്യയിൽ എന്താ സംഭവിക്കുന്നത്? ലോകത്തിൽ സംഭവിക്കുന്ന യുദ്ധങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഉക്രൈൻ യുദ്ധത്തിന് ശേഷം വളരെ തീവ്രമായിട്ട് പലസ്തീൻ ഇസ്രായേൽ യുദ്ധം വളർന്നു കഴിഞ്ഞു. അവിടെയും ഇസ്രായേലിന് വേണ്ടിയിട്ട് അമേരിക്ക ഏറ്റവും വലിയ ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു, യുദ്ധത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അമേരിക്കയുടെ സാമ്പത്തിക സ്രോതസ് ആയുധങ്ങളാണ്. അമേരിക്കയുടെ സാമ്പത്തിക സ്രോതസ് ആയുധങ്ങളാണ്. യുദ്ധം നടന്നേ പറ്റൂ. ലോകത്തിലെ 85% സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന കൂട്ടായ്മയെ കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുമ്പം അതിലെ 28% സമ്പത്തും അമേരിക്ക എന്ന് പറയുന്ന ഒറ്റ രാജ്യത്തിന്റെ കയ്യിലാണ്. ഇവിടെ ഈ G20 ഇത്തവണ 2024 സമ്മേളനം നടത്തുമ്പോ G20 രാജ്യങ്ങളുടെ സമ്മേളനം നടക്കുമ്പോൾ ബ്രസീൽ ഒരു സജഷൻ മുന്നോട്ട് വെച്ചു. നമുക്കറിയാം, നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലെ ചില ഊഷ്മള ഭാവങ്ങൾ, കഴിഞ്ഞ കാലഘട്ടത്തിന്റെ ചില മനുഷ്യ സാഹോദര്യത്തിന്റെ സ്നേഹത്തിന്റെ ഊഷ്മള ഭാവങ്ങൾ കഥകളിലൊക്കെ നമ്മൾ നന്നായി വായിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുന്നിടത്ത് ബ്രസീൽ ഒരു സജഷൻ മുന്നോട്ട് വെച്ചു. ബ്രസീൽ വെച്ച സജഷൻ എന്തായിരുന്നു എന്നറിയോ? ലോകത്തിലെ പട്ടിണി മാറ്റാനുള്ളൊരു നിർദ്ദേശമായിരുന്നു G20യോട് പറഞ്ഞത്. നമുക്കറിയാം, ഇന്ത്യ ലോക പട്ടിണി ലിസ്റ്റിൽ എത്രാമതാണെന്ന് നമുക്കറിയാം. വളരെ പരിതാപകരമായ അവസ്ഥയിൽ പട്ടിണി അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷെ പട്ടിണി അനുഭവിക്കാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ പട്ടിണി അനുഭവിക്കുന്ന ഒരു രാജ്യത്തിൽ പട്ടിണി അനുഭവിക്കാത്ത ഒരിടത്ത് നിന്നുകൊണ്ട് നമ്മൾ പട്ടിണിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈ പട്ടിണി എന്ന് പറയുന്ന ഒരു വലിയ ഭീതിയായി നമ്മളിലേക്ക് പടരുമ്പോൾ, ഒരു നേരം ആഹാരം കഴിച്ചില്ല, അയ്യോ എനിക്ക് വിശക്കുന്നേ, എനിക്ക് സങ്കടം വരുന്നേ, എനിക്ക് ദേഷ്യം വരുന്നേ, എനിക്ക് തല്ലിപ്പൊട്ടിക്കാൻ തോന്നുന്നേ എന്ന് പറയുന്ന ജനവിഭാഗങ്ങളുടെ ഇടയിൽ നിന്ന് നിൽക്കുമ്പോൾ നമുക്കറിയാം, പ്രാഥമികമായി നമ്മൾ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു വിഷയം പട്ടിണി തന്നെയാണ്. അങ്ങനെ പട്ടിണി കൈകാര്യം ചെയ്യാൻ വേണ്ടി ബ്രസീൽ വച്ചൊരു നിർദ്ദേശം സമ്പന്നർക്ക് നികുതി ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. പട്ടിണി മാറ്റുകയും അതോടൊപ്പം സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അസമത്വം, അല്ലെങ്കിൽ ഈ ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള അസമത്വം ഇല്ലായ്മ ചെയ്യാനും സമ്പന്നർക്ക് നികുതി ഏർപ്പെടുത്തുക എന്ന് പറയുന്നൊരു നിർദ്ദേശം വെച്ചു. അതിനെ ഒറ്റ വാക്കിൽ നോ എന്ന് പറഞ്ഞ അമേരിക്ക, കൂട്ടത്തിൽ അർജന്റീനയും പറഞ്ഞു. നമ്മളൊന്ന് സാമാന്യ ബുദ്ധി ആലോചിക്കുക, നമ്മളുടെ പ്രധാനമന്ത്രിയോട് ചോദിച്ചാൽ എന്തു പറയും? ചോദിച്ചാൽ എന്തു പറയും? എന്തു പറയും? വേണമെന്ന് പറയാം, നോ പറയും. ആ നോ പറയുന്ന പ്രധാനമന്ത്രിയാണ് അമേരിക്കയിൽ ഏറ്റവും വലിയ യുദ്ധവെറിയനായ ട്രംപിന്റെ വിജയം സുനിശ്ചിതമാണെന്ന് പറഞ്ഞ ഉടനെ തന്നെ നമ്മളുടെ ഇവിടെ നിന്ന് അങ്ങോട്ട് മെസ്സേജ്, ഹലോ ഡിയർ ഫ്രണ്ട്, കൺഗ്രാലേഷൻസ്, ഗോ അഹെഡ് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഒറ്റ പട്ടിണിയിൽ നമ്മളിപ്പോ പലസ്തീൻ ഇസ്രായേൽ യുദ്ധം ഞാനായിരുന്നെങ്കിൽ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ് ബൈഡന്റെ കെടുകാര്യസ്ഥത കാണിച്ചു കൊടുത്ത ട്രംപിനോട് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുകയാണ്, ഗോ അഹെഡ്, ഒറ്റ വിരൽത്തുമ്പിൽ നിനക്കില്ലേ ഒരായുധം, പോയി പൊട്ടിക്ക് എന്ന് പറയുന്ന മാനവികതയുടെ ഒരു നിലാവുമില്ലാത്ത ഒരു പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സമ്മേളനങ്ങളുടെ സാംസ്കാരിക സമ്മേളന സദസ്സുകൾ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്, എത്രമാത്രം ഏത് രീതിയിലുള്ള ചിന്തകളിലേക്കാണ് പോകേണ്ടത് എന്ന് നമ്മൾ വളരെ ദുശാഠ്യത്തോടു കൂടി, വളരെ അധികം ശാഠ്യത്തോടുകൂടി ചർച്ച ചെയ്യുകയും അതിനെതിരെ നമ്മളുടെ ശബ്ദം ഉയരുകയും വേണം. ആ സമയത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക മാമാങ്കം ഏതാണ്? ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ സാംസ്കാരിക മാമാങ്കം? ഇപ്പോ ഇത് പറയുമ്പോൾ നമ്മളെല്ലാരും പെട്ടെന്ന് പറയും നമ്മുടെ സമ്മേളനങ്ങളാണ്. ആണോ? അല്ല. അല്ലാതെ ആരെങ്കിലും ഒരാൾ കൈവക്ക്. എന്താണ്? അറിയില്ല. IFFI നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ രണ്ടൊരു സിനിമാക്കാരല്ലേ? നിങ്ങൾ രണ്ട് സിനിമാക്കാരല്ലേ? ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഗോവയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഗോവയിൽ നടക്കുമ്പോൾ അതിന്റെ ഉദ്ഘാടന ചിത്രം ഏത്? അറിയാം? അയ്യോ മറന്നു. നാവിന്റെ തുമ്പിലുണ്ട് പക്ഷെ മറന്നു.
വീർ സവർക്കർ. ആരാണ് വീർ സവർക്കർ? ആരാണ് വീർ സവർക്കർ? ഇന്ത്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക മാമാങ്കത്തിന്റെ ഉദ്ഘാടന ചിത്രം വീർ സവർക്കർ ആണെന്ന് പറയുമ്പോ ഇന്ത്യയുടെ സാംസ്കാരിക വിശാലത എവിടെ പോയി എന്ന് ആലോചിച്ച് നോക്കുക. ഹിന്ദു രാഷ്ട്രവാദം എന്ന് പറയുന്ന ഏറ്റവും വലിയ ദുരന്തത്തിലേക്ക് RSS എന്ന പ്രസ്ഥാനത്തെ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ കെടുതിയായിട്ട് ഉണ്ടാക്കിയിടത്ത് തീർച്ചയായിട്ടും അതിന്റെ സ്ഥാപകനായിരിക്കുന്ന വീർ സവർക്കറിന്റെ ജീവിത ചരിത്രം രേഖപ്പെടുത്തുന്ന സിനിമ IFFK-ൽ ഉദ്ഘാടന ചിത്രമായി വരുന്നുണ്ടെങ്കിൽ നമ്മളുടെ സമ്മേളനങ്ങൾ, നമ്മളുടെ സാംസ്കാരിക സദസ്സുകൾ ആദ്യം അപലപിക്കേണ്ടത്, ആദ്യം ബോയ്ക്കോട്ട് ചെയ്യേണ്ടത് ഈ സാംസ്കാരിക മാമാമുഖമല്ലേ? ആണോ? എന്നിട്ട് എന്താ നിങ്ങളൊന്ന് കൈയടിക്കാത്തെ? അങ്ങനെ ഒരു ചിന്തയില്ലാത്തത് എന്താ? അങ്ങനെ ചിന്തിക്കാത്തത് എന്താ? IFFK നടക്കുന്നുണ്ടോ എന്ന് പോലും നമ്മൾ അറിയുന്നില്ല. നമ്മളുടെ സമ്മേളനത്തിന്റെ പരിപാടികൾ ഇങ്ങനെ രാവും പകലും വെയിലും മഴയും, അയ്യോ സമ്മേളനം അവിടെ നടക്കുന്നു ഇവിടെ നടക്കുന്നു, മയക്ക് വന്നോ, വെള്ളം വന്നോ, ചൂടുവെള്ളം വന്നോ, ഇങ്ങനെയൊക്കെ ആലോചിച്ച് നടക്കുന്നതിന്റെ ഇടയിൽ ഇന്ത്യയിൽ അങ്ങനെ ഗോവയില് എവിടെയെങ്കിലും ഒരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടെങ്കിൽ അതും നമ്മളും തമ്മിൽ എന്താണ് ബന്ധം? അതും നമ്മളും തമ്മിലേ ഇപ്പൊ ബന്ധമുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ പാർട്ടിയുടെ ചരിത്രത്തിന്റെ വളർച്ച ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും അന്തസ്സായിട്ട് പറയും, ഇവിടുത്തെ കലാസാഹിത്യ പ്രവർത്തനങ്ങളാണ് നമ്മളുടെ പ്രസ്ഥാനത്തിന്റെ ഊടും പാവും നെയ്ത് സാധാരണ ജനങ്ങളുടെ ഉള്ളിലേക്ക് കൊടുത്തത്. അതിന് യാതൊരു തർക്കവുമില്ല. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിൽ നിന്നുണ്ടായ ഒരു സിനിമ, നാടകം 5000 തവണയിലധികം, 5000 സ്റ്റേജുകളിലധികം കേരളത്തിന്റെ മുക്കിലും മൂലയിലും മലബാറിലും എല്ലായിടത്തും കളിച്ചതിന്റെ ഫലമായിട്ടാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ രഹസ്യ ബാലറ്റിലൂടെ നമ്മളുടെ നാട്ടിൽ, നമ്മളുടെ സംസ്ഥാനത്തിൽ അധികാരത്തിൽ വന്നത്. എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ച ആന്ധ്രയിലായിരിക്കും ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയെ വരെ തെറ്റിച്ചു കൊണ്ട് കേരളത്തിൽ EMSന്റെ നേതൃത്വത്തിൽ, സഖാവ് EMSന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ 57 അധികാരത്തിലേക്ക് വരുന്നതിന്റെ ഏറ്റവും വലിയ സാംസ്കാരിക കാരണം സാധാരണക്കാരന്റെ ജനങ്ങളുടെ മനസ്സിലേക്ക് അവസാനം നമ്മൾ പരമപിള്ളയല്ലേ ആ കഥാപാത്രത്തിന്റെ പേര്, പരമപിള്ള എടുത്തു പിടിക്കുന്ന ചെങ്കൊടി ഇങ്ങനെ ഉയർത്തി പിടിക്കുമ്പോ കണ്ടിരിക്കുന്ന ഓരോ മനുഷ്യനും എന്റെ കയ്യിൽ ഒരു ചെങ്കൊടിയുണ്ട് എന്ന് പറയുന്ന ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യ കമ്മ്യൂണിസ്റ്റ് സ്നേഹത്തിലേക്ക് കേരള നഭസ് മാറിയെടുത്താണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിലേക്ക് വന്നത്. നമ്മുടെ പ്രസ്ഥാനം അങ്ങനെ തന്നെയാണ് ഈ മണ്ണിൽ വേരിറക്കിയത്. നാടകങ്ങളിലൂടെ, കഥാപ്രസംഗങ്ങളിലൂടെ, എഴുത്തുകളിലൂടെ, തെരുവ് നാടകങ്ങളിലൂടെ, നമ്മുടെ ഫോക്കൽ ആർട്ടുകളിലൂടെ, ഈ നാട്ടിലേക്ക് വന്ന തെയ്യത്തിലൂടെ അധസ്ഥിതൻ വരെ ഏറ്റവും വലിയ പ്രതികരണത്തിന്റെ ശേഷിയായി മാറുന്ന തീഷ്ണ ഗന്ധങ്ങൾ, തീഷ്ണ നിറങ്ങളുള്ള തെയ്യ ചമയങ്ങൾ, ചായില്യങ്ങൾ ചാലിച്ചു വന്നപ്പോ നമ്മൾ എല്ലാവരും കണ്ടത് മനുഷ്യ രക്തത്തിന്റെ നിണമണിഞ്ഞ ചുവപ്പായിരുന്നു. അങ്ങനെയാണ് ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വേരിറക്കി വന്നത്. നമ്മൾ ആ ചരിത്രം വളരെ ആത്മാഭിമാനത്തോടെയാണ് കാണുന്നത്. ആ ചരിത്രത്തിന്റെ കനലിൽ ഒരു തിരി കെട്ടുപോകാതെ എന്നും ഊതി കാച്ചു നിന്നിട്ടാണ് ഈ മഹാപ്രസ്ഥാനം എന്ന് കേരളത്തിൽ 5 ലക്ഷത്തോളം വരുന്ന മെമ്പർമാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഈ മഹാപ്രസ്ഥാനം കേരളത്തിന്റെ മണ്ണിൽ ഏറ്റവും സ്തുത്യർഹമാകുന്ന ലോകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ എല്ലാ വികസന സൂചികകളിലും ഒന്നാമത് എന്ന് പറയുന്ന രാഷ്ട്രീയ ഭരണ സംവിധാനത്തിലേക്ക് ഈ സംസ്ഥാനം കൊടിയുയർത്തി നിൽക്കുന്നതും അങ്ങനെ തന്നെയാണ്. കാരണം സാധാരണ സാമൂഹിക മനുഷ്യരുടെ മനസ്സിലേക്ക്, ഇടങ്ങളിലേക്ക് ഈ പ്രസ്ഥാനത്തിന്റെ സ്വാധീനവും അതിലൂടെ വരുന്ന മാനവികതയും, അവിടെ ഈ സാഹചര്യത്തിലുള്ള മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഏത് രീതിയിലാണ് രാഷ്ട്രീയ ഭരണ സംവിധാനം ഇടപെടേണ്ടതെന്നും നടത്തേണ്ടതെന്നും ഇവിടെ വരുന്ന സാധാരണക്കാരായിട്ടുള്ള എല്ലാ പഞ്ചായത്ത് തലത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സിനും വാർഡ് മെമ്പർമാർക്കും ധാരണയുള്ളത് കൊണ്ടാണ് കേരളത്തിന്റെ ഭരണ സംവിധാനം സഖാവ് പിണറായി വിജയനോടൊപ്പം ഏറ്റവും ഉജ്ജ്വലമായി ഇന്ന് ഉയർന്നു നിൽക്കുന്നത്. പക്ഷേ മറുഭാഗത്ത് നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. 90കൾ മുതൽ സീരിയലുകളും സിനിമകളും ഈ രാജ്യത്തിന്റെ പ്രത്യയശാസ്ത്ര നിർമ്മാണത്തിൽ ഏത് രീതിയിലാണ് സ്വാധീനം ചെലുത്തിയിരിക്കുന്നത്?
ആനുകാലിക ഇടങ്ങളിൽ ഏറ്റവും ആനുകാലിക സാംസ്കാരിക മണ്ഡലമായിരിക്കുന്ന, സാംസ്കാരിക മാധ്യമമായിരിക്കുന്ന സിനിമ ഏത് രീതിയിലാണ് ഇടപെടുന്നത് നമ്മൾ ചിന്തിക്കുന്നില്ല. IFFIയില് ഉദ്ഘാടന ചിത്രം സവർക്കർ ആകുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം 2023 ഉദ്ഘാടന ചിത്രം ഏതായിരുന്നു? സിനിമ ഇഷ്ടമില്ലാത്തവരോടെ ഉണ്ടാ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ടോപ്പിക്ക് മാറ്റും. സിനിമ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്ന് കൈവെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കില്ലല്ലോ. ശുക്കൂർ വക്കീലയുടെ മുഖ്യപ്രഭാഷണത്തിന് വന്നിരിക്കില്ലല്ലോ. ആരുമില്ല, ഒറ്റ കൈ, ആരും കൈവക്കില്ല. സിനിമ ഇഷ്ടല്ലേ? സിനിമയിൽ ഇഷ്ടമുള്ള മഞ്ജു വാര്യരെയാണ്. ശരി, എന്നാലും സിനിമ ഇഷ്ടമാണ്. സിനിമ ഇഷ്ടമുള്ളവരൊന്ന് കൈവക്കിക്കുക. ഇവിടെ കൈവക്കാത്ത ശീലാണോ എന്നൊന്നും അറിയട്ടെ. സ്റ്റേജിൽ ആർക്കും സിനിമ ഇഷ്ടമല്ല. നമുക്കെല്ലാവർക്കും സിനിമ ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ്? പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ, യാതൊരു വ്യത്യാസങ്ങളുമില്ലാതെ നമ്മളുടെ ആത്മാവിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട്, നമ്മളായി മാറി നിന്നുകൊണ്ട്, നമ്മളുടെ ഏറ്റവും വലിയ തന്മയി ഭാവത്തിലൂടെ തന്നെ അതിന്റെ കണ്ടന്റിലേക്ക് വലിയൊരു പരകായ പ്രവേശം പോലെ നമ്മൾ കടന്നു ചെല്ലുന്ന സാംസ്കാരിക മാധ്യമം ഏതാണെന്ന് ചോദിച്ചാൽ മണാജോലി സിനിമ. ബാക്കി എല്ലാത്തിനും സ്വാധീനമില്ല എന്നല്ല അർത്ഥം. സ്വാധീനമുണ്ട്, വലിയ സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞു വെച്ചിടത്തിന്റെ ഒരു കാലഘട്ടത്തെ അതിന്റെ എല്ലാ ബഹുമാനത്തോടും കൂടി അവിടെ നിർത്തിയിട്ടാണ് ഞാൻ സിനിമയിലേക്ക് കടന്നത്. അതുകൊണ്ട് അതിനോട് മത്സരിക്കാൻ പോകണ്ട. ചരിത്രത്തിന്റെ കാലഘട്ടത്തിൽ അതിനുള്ള സ്വാധീനവും ആ കാലഘട്ട സാമൂഹ്യ സ്വഭാവങ്ങളിലും അത് വരുത്തിയുള്ള മാറ്റങ്ങളെയും അത് വരുത്തിയിട്ടുള്ള നേട്ടങ്ങളെയും നമ്മൾ ഏറ്റവും നന്ദിപൂർവ്വം, ഏറ്റവും സ്മരണയോടുകൂടി ജ്വലിച്ചുകൊണ്ട് അത് അവിടെ നിൽക്കുമ്പോഴും ആധുനിക കാലഘട്ടത്തിൽ അങ്ങനെ ഒരു നാടകം ഇന്നും കളിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. പക്ഷെ എത്ര പേർ, യുവാക്കൾ, കുട്ടികൾ, എത്ര പേർ അതിലേക്ക് ഇന്നൊരു സിനിമ കാണുന്ന പോലെ തന്മയി ഭാവത്തോടെ ഇറങ്ങി പോകുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ഇപ്പൊ വീട്ടിൽ നിന്ന് നമ്മൾ 5 പേര് ഒന്നിച്ച് കാണാൻ പോവാം. ഒരു 65 വയസ്സുള്ള അച്ഛനും അമ്മയും 40 വയസ്സുള്ള ആ വീട്ടിന്റെ പേരന്റ് ജനറേഷനും ഒരു 15 വയസ്സുള്ള ഒരാൺകുട്ടിയും പെൺകുട്ടിയും കൂടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റായി കാണാൻ പോയാൽ ആര് മുഴുവൻ കാണും? 65കാരൻ മുഴുവൻ കാണും. തിരിച്ചു വരുമ്പോ ഒരു 10 വയസ്സ് കുറഞ്ഞു വരും. കയ്യൊക്കെ എങ്ങനെ ഇരിക്കും. വടി ഉണ്ടെങ്കിൽ വടിയേൽ ഇങ്ങനെ മുറുക്ക പിടിക്കും. നമ്മളോ കള്ളായിരുന്നു. പക്ഷെ പഴയതിന്റെ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടത്ര ഒന്നും തോന്നിയില്ല. അത്രയൊക്കെ വികാര തീവ്രതയുണ്ടോ? എന്നാലും കുഴപ്പമില്ല അല്ലേ? നമ്മളുടെ അഭിപ്രായം അതാണ്. കുട്ടികളോ ആദ്യത്തെ സീൻ കഴിയുമ്പോ സ്ഥലത്ത് കാണില്ല ആദ്യത്തെ സീൻ കഴിയുമ്പോ. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇരിക്കണം എന്നറിയാം. ഞാൻ ഭയങ്കര SFI കാരനാണ്, ഭയങ്കര DYFI കാരനാണ്, ഞാൻ നാളത്തെ EMS ആണ് എന്നൊക്കെ പറഞ്ഞ് ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര അണപൊട്ടി നിൽക്കുന്ന വിപ്ലവ ദാഹമുള്ള കുട്ടികളുണ്ട്. അത്രയധികം സ്റ്റഫ് ഉണ്ടോ നമുക്കറിയില്ല. ദാഹമുള്ള കുട്ടികളുണ്ട്. അവര് വലിയ വാഗ്ദാനങ്ങളാണ്. അങ്ങനെയുള്ളവരുണ്ട് ഇന്നത്തെ കാലഘട്ടത്തില്. ഇന്ന് എന്റെ ബസ് സ്റ്റാൻഡില് റെയിൽവേ സ്റ്റേഷനിൽ എന്നെ പിക്ക് ചെയ്യാൻ വന്നത് അങ്ങനെ ഒരു ഡോക്ടർ ആര്യാണ്. ഇന്നെ രാവിലെ വെളുപ്പാങ്കാലത്ത് 6 മണിക്ക് എന്റെ ട്രെയിൻ വന്നപ്പോ എന്നെ പിക്ക് ചെയ്യാൻ സ്വന്തമായി കാർ ഓടിച്ചിട്ട് വന്നത്. സ്വന്തം ജോലി ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടം എനിക്ക് DYFIയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാളാണെന്ന് പറയുന്നതാണ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടി നിങ്ങളുടെ കാസർഗോട്ടുകാരിയാണെങ്കിൽ ആ കുട്ടിക്ക് ഞാൻ എല്ലാ വിപ്ലവ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. അങ്ങനെയുള്ളവരുണ്ട്. അതിനെ നമ്മൾ കുറച്ച് കാണേണ്ട. പക്ഷെ അത് എത്ര പേര്? പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഒരു സിനിമ കാണുന്ന ആൾക്കാർ സിനിമയെ കാണുന്നത് വളരെയധികം തന്മയീഭാവത്തോടുകൂടിയാണ്. അങ്ങനെ 90 മുതൽ അതിന്റെ സാധ്യത മനസ്സിലാക്കിയ പ്രത്യയശാസ്ത്രമാണ് RSS, BJP. അവരതിനെ വേണ്ടും വിധം ഉപയോഗിച്ചു. ഇന്ന് IFFIയുടെ ചെയർമാൻ ആയിരിക്കുന്ന, ഫിലിം ഫെസ്റ്റിവലിന്റെ ചെയർമാൻ ആയിരിക്കുന്ന ചന്ദ്രപ്രകാശ് ദ്വിവേദി 90കൾ മുതൽ RSSന്റെ നിർദ്ദേശാനുസരണം ചാണക്യൻ ഉൾപ്പെടെയുള്ള സീരിയലുകൾ നമ്മളെ കാണിച്ച സംവിധായകനാണ്, ചാണക്യനായി അഭിനയിച്ച നടനാണ്. നമ്മുടെ സാംസ്കാരിക മണ്ഡലം ആരുടെ കയ്യിൽ? ആധുനിക സ്വാധീനമുള്ള സിനിമാ മണ്ഡലം ആരുടെ കയ്യിൽ? നമ്മൾ മിണ്ടുന്നില്ല.
നമ്മൾ മിണ്ടുന്നില്ല, നമ്മൾ പ്രതികരിക്കുന്നില്ല, നമ്മൾ അത് അറിയുന്നില്ല. 90 മുതൽ എന്ന് പറയുമ്പോൾ 92 മുതൽ ഇങ്ങോട്ടൊക്കെ സംഭവിച്ചത് നോക്കൂ. ഇന്ത്യയുടെ മുഖം മാറി. ബാബറി മസ്ജിദ് പൊളിക്കുന്നു, അയോധ്യ നിർമ്മിക്കാനാവുന്നു, ബാബറി മസ്ജിദിന് തുല്യമായ പള്ളി പണിയണമെന്ന് പറഞ്ഞിട്ട് അത് ഇന്ന് വരെ ആയിട്ടില്ല. അവിടെ ഭൂമി എടുത്തു കിടക്കുന്നു, അതിന് സാങ്ഷൻ ഇല്ല. പക്ഷെ അതിന്റെ ഇരട്ടിയിലധികം കോടി മുടക്കിക്കൊണ്ട് UP പോലുള്ള ഏറ്റവും വലിയ വർഗീയതയുടെ ഈറ്റില്ലമായിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു രാമക്ഷേത്രത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ സംഭവ വികാസങ്ങൾ, ഏതെല്ലാം രീതിയിലുള്ള 31,000 കോടിയുടെ വികസനങ്ങൾ ആ രാജ്യത്ത്. ഇവിടെ ഒരു പ്രദേശം മുഴുവൻ ഉരുണ്ടൊലിച്ചു പോയി കഴിയുമ്പോൾ ആ സാധാരണ ജീവിതങ്ങളെ നട്ടുനനച്ച് വളർത്തിയെടുക്കാൻ വേണ്ടി ഇത്ര കോടി രൂപ വേണമെന്ന് ഇവിടുന്ന് കാലി പിടിച്ചു കേണ് കരയുമ്പോഴും ഈ പ്രതിഭാഗനായിരിക്കുന്ന ഏറ്റവും വലിയ നാടകാചാര്യനായിരിക്കുന്ന ഏറ്റവും നല്ല നടനായിരിക്കുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് അതൊന്നും കേൾക്കാൻ സമയമില്ലെങ്കിൽ അയോധ്യയിൽ UP വർഗീയതയുടെ ഏറ്റവും വലിയ സ്മാരകങ്ങൾ ഉയർത്താൻ വേണ്ടി എടുക്കുന്ന ഉത്തരവാദിത്വം എവിടെ നിന്ന് കിട്ടുന്നു? രാമായണം നമ്മൾ കണ്ടതിൽ നിന്ന് കിട്ടുന്നു. രാമായണം നമ്മൾ എങ്ങനെയാ കണ്ടത്? രാമായണം നമ്മൾ കണ്ടത് രാവിലെ കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് തുളസി കതിർ ചൂടി ഭദ്രദീപം വീടിനകത്ത് തെളിയിച്ചു വെച്ചുകൊണ്ട് നമ്മൾ രാമനെയും സീതയെയും കണ്ടു. രാമായണം സീരിയൽ നമ്മൾ അങ്ങനെ ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ അഭിനയിച്ച നടീനടന്മാർ BJPയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ വർഗീയ മുഖങ്ങളുടെ ഏറ്റവും വലിയ ബിംബങ്ങളായി നിന്നുകൊണ്ട് പിന്നീട് വന്ന പൊതു തെരഞ്ഞെടുപ്പിൽ നമ്മളെ സ്വാധീനിക്കുന്ന വോട്ടർമാരോട് വോട്ട് ചോദിക്കുന്ന വെറും രാഷ്ട്രീയ പ്രചാരകരായി മാറി നിന്നു. ആ വളർച്ചയാണ് വീർ സവർക്കർ ഉദ്ഘാടന ചിത്രമായി മാറിപ്പോകുന്നത്. വീർ സവർക്കറിന്റെ കഥ ആദ്യം പറഞ്ഞത് ഈ വീർ സവർക്കർ സിനിമയാണോ? മലയാളിയുടെ സ്വന്തം സിനിമയായിരുന്നു. നമ്മളെല്ലാവരും ഇവിടുന്ന് കണ്ടയോ ദേശസ്നേഹത്തിന്റെ അണപൊട്ടി മുറിയാത്ത രോമാഞ്ച കഞ്ചുകങ്ങൾ അണിഞ്ഞുകൊണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് പ്രിയദർശനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കാല് തൊട്ടി വണങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാലിനെ കണ്ടിട്ടുണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആ കഥാപാത്രം എടുത്ത എഫേർട്ട്, വേദന, അതിലെല്ലാം അപ്പുറത്തേക്ക് പ്രഭുവിന്റെ പുറത്തല്ലേ അയൺ ബോക്സ് വെച്ച് പൊള്ളിച്ചത്. ഇതൊക്കെ കണ്ടിട്ട് കരഞ്ഞും ആവേശം കൊണ്ട് നമ്മൾ ഇറങ്ങി വന്നു. ഏത് പടം? കാലാപാനി. കാലാപാനിയുടെ ത്രെഡ് ഏതാണ്? വക്കീലെ സവർക്കറുടെ കഥ. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മൈ ലൈഫ് ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ എന്തുകൊണ്ടാണ് ടൈറ്റിൽ. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രിയദർശൻ കാലാപാനി ഉണ്ടാക്കിയതെങ്കിൽ ആ പ്രിയദർശനാണ് കേരളത്തിൽ നിന്ന് കലാ സാംസ്കാരിക പ്രവർത്തകരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഡൽഹിയിൽ പോയിട്ടിട്ട് BJPയുടെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നിൽക്കുന്നതും RSSന്റെ ചരിത്രം പറയുന്ന ഏറ്റവും വലിയ ബഡ്ജറ്റുള്ള ഇന്ത്യൻ സിനിമയുടെ ക്രിയേറ്റേഴ്സിൽ സംവിധായകരിൽ ഒരാളായി മാറി നിൽക്കുന്നതും നമ്മളുടെ സ്വന്തം പ്രിയദർശനാണെന്ന് പറയുമ്പോൾ മലയാളിയുടെ സാമൂഹ്യ സാംസ്കാരിക അവസ്ഥ എവിടെ പോയി? വ്യക്തിപരമായ താല്പര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, പക്ഷെ കേരളം എന്നും ഏറ്റവും അധികം ക്ലാപ്പ് ചെയ്തിട്ടുള്ള, കേരളം എന്നും ഏറ്റവും അധികം സല്യൂട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ സ്വന്തം കലാകാരന്മാരാണ് ഈ രീതിയിലേക്ക് ഇന്ന് പോകുന്നത് എന്ന് പറയുമ്പോൾ നമ്മളുടെ സിനിമാ കാഴ്ച എങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ സിനിമാ കാഴ്ച എങ്ങനെയാ? ഭരതനാട്യം കണ്ടവർ എത്ര പേരുണ്ട്? അഭിനയിച്ചിട്ടുണ്ട് അതില്? ഇല്ല. അതായത് ഇദ്ദേഹം ഇല്ലാത്തൊരു സിനിമ ഇപ്പൊ ഇല്ലേ? ഞാനൊരു 10-15 വർഷമായി സിനിമയുടെ ക്യാമറ കണ്ടിട്ട്. കാരണം ഇങ്ങനെയൊക്കെ തോന്നിവാസം പറയുന്ന ഒരാളായതുകൊണ്ട് ഇപ്പൊ സിനിമയിലൊന്നും ആരും വിളിക്കാറില്ല. ഭരതനാട്യം കണ്ടവർ എത്ര പേരുണ്ട്? ആരുമില്ല. മലയാളത്തിൽ ഇറങ്ങുന്ന ഒരു 120 ചിത്രങ്ങൾ ഒരു വർഷം ഇറങ്ങുന്നുണ്ടെങ്കിൽ, ഏറ്റവും നിരാശയോടുകൂടി പറയട്ടെ, മലയാളത്തിൽ ഒരു 120 ചിത്രങ്ങൾ ഒരു വർഷം ഇറങ്ങുന്നുണ്ടെങ്കിൽ 100 ചിത്രങ്ങളും ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം കഥാതന്തുക്കളായിട്ടുള്ള ചിത്രങ്ങളാണ്. നമ്മൾ കാണുന്നില്ല, നമ്മൾ സംസാരിക്കുന്നില്ല, നമ്മൾ പറയുന്നില്ല. അതിനെ കാണാതെ അറിയാതെ മാധ്യമങ്ങളോ നമ്മളോ ചിന്തിക്കാതെ അതിനെക്കുറിച്ച് സംസാരിക്കാതെ അത് കടന്നു പോവുകയാണ്. ഭരതനാട്യ സിനിമ തുടങ്ങുന്നത് ഒരു അമ്പല കമ്മിറ്റിയിൽ നിന്നാണ്. ഒരു അമ്പല കമ്മിറ്റി അമ്പലത്തിന്റെ ഭരണസമിതി ഓഫീസിൽ കൂടുന്നിടത്താണ് ഭരതനാട്യ സിനിമ തുടങ്ങുന്നത്. കണ്ടതല്ലേ? ആ കമ്മിറ്റിയുടെ പ്രത്യേകത 2-3 പേരേ ഉള്ളൂ. നാട്ടിലെ അത്യാവശ്യം തരികിട പരിപാടികളൊക്കെയുള്ള 2-3 പേര് യുവാക്കള്. അമ്പലത്തിൽ വരുമാനം കുറഞ്ഞു,
അമ്പലത്തിലെ വരുമാനം കൂട്ടണം. അമ്പലത്തിലെ വരുമാനം കൂട്ടിയാലേ എന്റെ പോക്കറ്റിലും വല്ലതൊക്കെ വീഴുള്ളൂ. അവരുടെ പ്രാരാബ്ധം അതിനിടെ പറയുന്നുണ്ട്. അമ്പലത്തിൽ വരുമാനം കൂട്ടണം. എന്താ മാർഗം? ഈ ചുറ്റുവട്ടത്തൊക്കെ എന്താ നടക്കാറുള്ളത്? ഒരു പുതിയ വഴിപാട് ഏർപ്പാടാക്കുക. സപ്താഹം, നവഹം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതില്ലാതിരുന്ന അമ്പലങ്ങളിൽ വരിക. പൊങ്കാലയൊക്കെ ഞങ്ങളുടെ തെക്കോട്ടൊക്കെ ആണെങ്കിൽ പൊങ്കാലയില്ലാത്ത എല്ലാ ക്ഷേത്രങ്ങളും പൊങ്കാല തുടങ്ങും. ഇവര് കണ്ടുപിടിച്ച മാർഗം ഗൃഹപൂജയാണ്. എല്ലാ വീടുകളിലും കയറ് ഇറങ്ങി പൂജ ചെയ്യണം. അമ്പലത്തിൽ നിന്ന് ദേവിയെയും പറയും നെല്ലും വെളിച്ചപ്പാടിന്റെ ചിലമ്പും വാളും ഒക്കെ ആയിട്ട് എല്ലാ സന്നാഹങ്ങളും കൂടി വീട്ടുകാരനൊന്നും അറിയണ്ട, വീട് വേണമെങ്കിൽ ഒരു അടിച്ചുവാരി വരെ കൊടുക്കും. അങ്ങനെ അടിച്ചുവാരി നീറ്റാക്കിയിട്ടിരിക്കുന്ന അമ്പലത്തിലേക്ക് ഈ ക്ഷേത്രത്തിലെ സന്നാഹങ്ങളെല്ലാം കൂടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകുക. അതിന്റെ പൗരോഹിത്യപരമായിട്ട് ആർക്കൊക്കെ തൊടാം, ആർക്കൊക്കെ തൊടാൻ പറ്റില്ല, എവിടെ വെക്കാം, എവിടെ വെക്കാതിരിക്കാം എന്നൊന്നും ബാധകമല്ല. കാരണം അത് ബാധകമല്ലാതെ പ്രധാനമന്ത്രി കാണിച്ചു തരുന്നു. എപ്പോ? അമേരിക്കയിലെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടത്തിയപ്പോ. പുരോഹിതൻ ചെയ്യേണ്ടത് പ്രധാനമന്ത്രി ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയുന്ന പൗരോഹിത്യ സംഹിതകളെ തച്ചുടയ്ക്കുന്ന മാർഗങ്ങൾ പ്രധാനമന്ത്രി കാണിച്ചു തന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഭരണഘടനാ സ്ഥാനത്ത് ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിയുടെയോ മതത്തിന്റെയോ മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയുന്ന നിയമസാധ്യതയും ഇവിടെ പ്രസക്തമല്ല എന്ന് പ്രധാനമന്ത്രി കാണിച്ചു തന്നു. അപ്പൊ പിന്നെ ഒരു സിനിമയിൽ ഒരു ഗൃഹപൂജ എന്നുള്ളിടത്ത് അത് സാങ്കത്യമാണോ എന്ന് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു ചോദ്യമേ ഉദിക്കുന്നില്ല. അതുകൊണ്ട് അമ്പലത്തിലെ എല്ലാ സന്നാഹങ്ങളുമായിട്ട് വീടുകളിൽ പോയി ഗൃഹപൂജ നടത്താം. ഒരു പൂജയ്ക്ക് 10,000 രൂപ തന്നാ മതി. 10 പൂജ നടത്തുമ്പോ 1,00,000 രൂപ. ആ കരയിൽ ഏതെല്ലാം വീടുകളുണ്ടോ അവിടെയൊക്കെ ഈ പൂജ നടക്കും. കാരണം അപ്പുറത്തുള്ളവൻ ചെയ്യുമ്പോൾ അവിടെ രക്ഷ ചെയ്യുമ്പോൾ അവിടുത്തെ ദോഷം ഓടിക്കേറി വരുന്നത് നമ്മുടെ വീട്ടിലേക്കായിരിക്കും എന്ന് പറയുന്ന ഒരു ബോധ്യം കൂടി ഇതിന്റെ ഇടയിൽ കൂടി അങ്ങ് കടത്തി വിട്ട് കഴിയുമ്പോൾ എല്ലാ വീടുകളും 10,000 രൂപയുടെ പൂജ നടത്തും. ഇത് വളരെ സർക്കാസത്തോടുകൂടി പരിഹാസത്തോടുകൂടി നമ്മുടെ നാട്ടിൽ അവതരിപ്പിച്ച ഭരതനാട്യം എന്ന് പറയുന്ന ഒരു സിനിമ ഏത് പടം പൊട്ടിപ്പോയി എന്ന് പറഞ്ഞ് മാറ്റി നമ്മൾ നിർത്തുമ്പോൾ 120ൽ 100 എണ്ണവും ഇടതുപക്ഷ പ്രത്യയശാസ്ത്രങ്ങൾ പറയുന്ന നമ്മുടെ ആനുകാലിക സ്വാധീനമുള്ള പ്രാദേശിക ഏറ്റവും വലിയ സാംസ്കാരിക മാധ്യമം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കോ മനുഷ്യ മനസ്സുള്ള ആളുകൾക്കോ യാതൊരു പ്രസക്തവുമല്ല. അവിടെ നമ്മൾ നമ്മുടെ സാംസ്കാരിക സദസ്സിൽ വലിയ 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 കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയും. ഇനി നമ്മൾ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്തിയാലോ നമ്മൾ മനുഷ്യന് മനസ്സിലാകാത്ത ഏതെങ്കിലും കൊറിയൻ ഭാഷയിലോ ഫ്രാൻസിൻ ഭാഷയിലോ ഒക്കെയുള്ള അത് സിനിമകൾ ചുരുക്കി കണ്ടിട്ടല്ല. ആ സിനിമകൾ ഏറ്റവും മഹത്തരമായ സിനിമകൾ തന്നെയാണ്, ഏറ്റവും മഹത്തരമായ പ്രതിപാദ്യങ്ങളുള്ള സിനിമയാണ്. പക്ഷെ അത് എത്ര പേരിലേക്ക് തന്മയീഭാവം ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ശരിതെറ്റുകളിലേക്ക് നമ്മളുടെ ആത്മാവ്, നമ്മളുടെ മനസ്സ് വിശകലനം ചെയ്യുന്നുണ്ട്. ആ ഇടങ്ങളിൽ നമ്മളുടെ മനസ്സും ആത്മാവും എത്രമാത്രം വിശാലമാകാനുള്ള കാരണമാകുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ചോദ്യം നമ്മളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഭരണഭാഷ പോലും മലയാളമാക്കി മാറ്റുന്ന ആശയവിനിമയത്തിന്റെ ഏറ്റവും വലിയ സൂക്ഷ്മാംശങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആശയവിനിമയം ഒരു തരത്തിലും മനുഷ്യ ജീവിതത്തിന്റെ ഒരിടങ്ങളിലും തടസ്സമായി മാറരുത് എന്ന് പറയുന്ന ഈ ഗ്ലോബലൈസേഷന്റെ കാലത്ത് ഏറ്റവും ശക്തിയോടെ ഇടതുപക്ഷ സർക്കാർ ഭരണഭാഷ മലയാളമാക്കി മാറ്റുന്നിടത്ത് നമ്മളുടെ പ്രസ്ഥാനം ഭാഷാ സിനിമകളോട് കാണിക്കുന്ന വിവേചനം നമ്മളെ എത്രമാത്രം സാംസ്കാരികമായി താഴേക്ക് മാറ്റുന്നുണ്ട്, താഴേക്ക് നിർത്തുന്നുണ്ട് എന്നിടത്ത് ആ സാധ്യത ഏറ്റവും വലുതായി ഉപയോഗിക്കുന്നിടത്താണ് വർഗീയ ഫാസിസ്റ്റ് പാർട്ടികൾ നമ്മളുടെ നേരെ നമ്മളുടെ ജീവിതത്തിലേക്ക് അരിച്ചരിച്ചരിച്ചിറങ്ങുന്നത്. എൽ കെ അദ്വാനിയുടെ മകളുണ്ട് പ്രതിഭ അദ്വാനി ഒരു ഡോക്യുമെന്ററി ചെയ്തു. ആ ഡോക്യുമെന്ററിയുടെ ഇതിവൃത്തം എനിക്ക് തോന്നുന്നു 85 മുതലോ 90 കാലഘട്ടം മുതൽ ഉള്ള സിനിമകൾ 2003 വരെയുള്ള സിനിമകളുടെ ഇതിവൃത്തങ്ങൾ എന്തൊക്കെ എന്ന് ചോദിച്ചിട്ടായിരുന്നു. അവരുടെ ഡോക്യുമെന്ററി കണ്ടാൽ അതിൻ്റെ അകത്തുള്ള ഇതിവൃത്തങ്ങൾ മുഴുവൻ രാജ്യസ്നേഹവും ദേശീയതയുമാണ്. ഈ രാജ്യസ്നേഹവും ദേശീയതയും ആന്റി പാക്കാണ്, ആന്റി മുസ്ലിമാണ്, ആന്റി മാനവികതയാണ്. ഇന്ത്യയിൽ നടന്നിട്ടുള്ള എല്ലാ യുദ്ധങ്ങളും ദേശസ്നേഹവും ദേശീയതയെ വളർത്തുന്നതാണ്, അതിനുള്ള ഇതിവൃത്തങ്ങളാണ് സിനിമകളിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നതായിരുന്നു എൽ കെ അദ്വാനിയുടെ മകൾ പ്രതിഭ അദ്വാനിയുടെ എന്താണ് അതിന്റെ പേര്,
എന്തോ ഒരു ഭാരതി, അനന്യഭാരതി എന്ന് പറയുന്ന ഡോക്യുമെന്ററി നമ്മൾ കണ്ടില്ല, നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞില്ല, അതാണ് പറയുന്നതെന്ന് കേട്ടില്ല. പക്ഷെ സമാനമായി ഇന്ത്യയിലെ പ്രാദേശിക സിനിമകളിലും ഹിന്ദിയിലും എത്രമാത്രം മാനവികത പറയുന്ന സിനിമകൾ ഉണ്ടായി എന്നും ആ സിനിമകളെ കുറിച്ച് ചർച്ച ചെയ്യാനും നമ്മൾ ഒരു പരിപാടി മുന്നോട്ട് വെച്ചില്ല, ഒരു പരിപാടി ആ സിനിമ ജനങ്ങളെ കാണിക്കാൻ മുന്നോട്ട് വെച്ചില്ല. തിരിച്ചു ഞാൻ അവസാന ഭാഗത്തേക്ക് വരുമ്പോ IFFIയിലേക്ക് തിരിച്ചു വരികയാണ്. വീർ സവർക്കർ IFFIയിൽ ഉദ്ഘാടന ചിത്രമായി കാണിച്ച നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്ന IFFIയിൽ ഏറ്റവും കൂടുതൽ ആള് കയറിയ ഒരു സിനിമ എന്ന് പറയുന്നത് ഡഫ് ഫ്ലവേഴ്സ് ആണ്. ഡഫ് ഫ്ലവേഴ്സിലെ നായകൻ ഒരു റഷ്യക്കാരനാണ്, നായിക ഉക്രൈൻകാരിയാണ്. സിനിമ എന്താണ് പറയുന്നത്? യുദ്ധത്തിനും സാമ്രാജ്യത്തിനും എതിരാണ് പറയുന്നത്. മനുഷ്യ സ്നേഹത്തെയാണ് അത് ചേർത്ത് നിർത്തുന്നത്. ഈ സിനിമ ഇവരുടെ ഏറ്റവും വലിയ പ്രണയം പറയുമ്പോൾ ഡഫ് ഫ്ലവേഴ്സ് ആലോചിക്കൂ. ബധിരരായിരിക്കുന്ന കവിതാക്കൾ, പ്രണയിനികൾ എന്നാണ് സിനിമ. നമ്മൾ എപ്പോഴും പറയും പ്രണയത്തിന് കണ്ടും മൂക്കും കാതൊന്നുമില്ല അല്ലേ, മറ്റൊന്നും കാണില്ല. അത്ര തീവ്രമായി ഇങ്ങനെ നീരാളി പോലെ പിടിച്ചിരിക്കുന്ന പ്രണയം ലോകത്തിന്റെ എല്ലാ സ്നേഹങ്ങളെയും ഒന്നിച്ചാവാഹിച്ച് രണ്ടുപേരിലെയും ഒന്നാക്കി മാറ്റുന്ന ഒരു വലിയ പ്രതിഭാസമാണ് പ്രണയം. അങ്ങനെ ഒരു പ്രണയം ഇതിവൃത്തമാകുന്ന ഡഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന സിനിമയിൽ സംവിധായകൻ പറഞ്ഞിരിക്കുന്നത്, സംവിധായകന്റെ നറേറ്റീവ് യുദ്ധത്തിന് കരിഞ്ഞ പച്ച മനുഷ്യ മാംസത്തിന്റെ ഗന്ധമാണ്. യുദ്ധത്തിന് കരിഞ്ഞ പച്ച മനുഷ്യ മാംസത്തിന്റെ ഗന്ധമാണ്. മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ കാഹളം കേൾക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിലും നന്നായി സാമ്രാജ്യത്വത്തിനെതിരെ, സാമ്രാജ്യം കുടപിടിക്കുന്ന യുദ്ധങ്ങൾക്കെതിരെ, മനുഷ്യനെ കുരുതി കൊടുക്കുന്നതിനെതിരെ, അതിനെതിരെ G20യുടെ മുദ്രാവാക്യമാക്കി വെച്ചിരിക്കുന്ന നീതിപൂർവമായ ഒരു ലോകവും സുസ്ഥിരമായ ഭൂമിയും എന്ന് പറയുന്ന ഇടതുപക്ഷ സംസ്കാരമാണെങ്കിൽ ആ സംസ്കാരത്തിലേക്ക് ലോകത്തെ എത്തിക്കാൻ, ഇതിലും ഭംഗിയായി ഈ ലോകത്തെ, ഈ ഭൂമി അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ പറയുന്നിടത്ത് സിനിമയുടെ ഒരൊറ്റ നറേറ്റീവ് എത്ര തീവ്രമായിട്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. വലിയൊരു പ്രണയ കഥയിൽ രണ്ട് നായികമാരെ ഇങ്ങനെ ചേർത്ത് നിർത്തുന്ന സമയത്ത് അതിന്റെ സംവിധായകൻ അതിന്റെ നറേറ്റീവിൽ പറയാണ് യുദ്ധത്തിന് കരിഞ്ഞ പച്ച മാംസത്തിന്റെ ഗന്ധമാണ്. ഇതിലും വലിയ മുദ്രാവാക്യം എവിടെ? ഇതിലും വലിയ പ്രതിരോധം എവിടെ? ഈ ഒരൊറ്റ ഡയലോഗ്, ഈ ഒരൊറ്റ നറേറ്റീവ് നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളി പിടിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം. അതേസമയം ഈ IFFKയിൽ പുറത്തുനിന്ന് വരുന്ന പലസ്തീന്റെ സിനിമയിൽ നായിക പലസ്തീൻകാരിയും നായകൻ മറുപക്ഷത്തുള്ള ആളുമാണ്. അതും പറയുന്നത് അങ്ങനെയാണ്. മറ്റൊരു സിനിമ മെക്സിക്കോ 86 എന്ന് പറഞ്ഞ ഒരു സിനിമ കാണിച്ചു കഴിഞ്ഞു. മെക്സിക്കോ 86 എന്ന് പറയുന്ന സിനിമയിൽ ഒരു ക്യൂബൻ പെണ്ണ്, സ്ത്രീ കൈക്കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഭർത്താവ് വിപ്ലവത്തിൽ യുദ്ധത്തിൽ മരിക്കപ്പെട്ടത് കൊണ്ട് തന്നെ, ഇല്ലാതാക്കപ്പെട്ടത് കൊണ്ട് തന്നെ പലായനം ചെയ്യുകയാണ് മെക്സിക്കോയിലേക്ക്. പ്രായമായപ്പോ മകൻ അവരെ കാണാൻ വരുന്നു. കൈക്കുഞ്ഞായി കൈമാറിയ കുഞ്ഞ് പ്രായമായി അവരെ കാണാൻ വരുന്നിടത്ത് ആ അമ്മ ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളിൽ, ജീവിതത്തിന്റെ അശരണതയിൽ ഇല്ലാതാക്കപ്പെട്ട സ്വന്തം ജീവിത പങ്കാളിയുടെ വേദനകളിൽ ജീവിച്ചിരുന്ന ആ സ്ത്രീ മകനെ തിരിച്ചു ക്യൂബയിലേക്ക് പറഞ്ഞുവിടുകയാണ്. അസമത്വത്തിന്റെ ഇടങ്ങളിൽ നടക്കുന്ന അവസാന യുദ്ധത്തിന് വരെ നീ പോരാളിയാകാൻ പറഞ്ഞുവിടുന്ന വിപ്ലവ വീര്യമാണ് IFFIയിൽ വീർ സവർക്കർ ഉദ്ഘാടനം ചെയ്ത IFFKയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഖാക്കളെ നമ്മൾ ഓർക്കുക. ലോകത്തിന്റെ സാംസ്കാരിക ഇടങ്ങളിൽ സാംസ്കാരിക മാധ്യമങ്ങൾ, സിനിമകൾ, സംഭാഷണങ്ങൾ, ആധുനിക കല എല്ലാം സംസാരിക്കുന്നത് മനുഷ്യ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. മനുഷ്യന്റെ വിശാലമായ മനസ്സിന്റെയും ആത്മാവിന്റെയും നിലപാടിൽ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഇടങ്ങളിലേക്കാണ്. അവിടെ മതത്തിന്റെയും ജാതിയുടെയും വിദ്വേഷം കലർത്തുന്നിടത്ത്, അവിടെ മതത്തിന്റെ പണാധിപത്യ ലോകത്തിന്റെ സ്വാർത്ഥത കലർത്തുന്നിടത്ത്, അവിടെ സാമ്രാജ്യത്തിന്റെ ലാഭക്കൊതിയെ കലർത്തുന്നിടത്ത് ഏറ്റവും വലിയ പ്രതിരോധവും പ്രതിഷേധവുമായി നിൽക്കുന്നത് ഈ ചെങ്കൊടി എന്നുള്ളത് കൊണ്ടാണ് 160 രാജ്യങ്ങളുടെയും മനുഷ്യന്റെ ഏക ആശ്വാസമായി മാനവ വിമോചനത്തിന്റെ ആ സമര ഭൂമികയിലെ വസന്തത്തിന് നമ്മൾ കാതോർക്കുമ്പോ മഹാനായ ലെനിൻ നമ്മളോട് പറഞ്ഞു വെച്ച ആ വസന്തത്തിന്റെ വരവിനെ നിങ്ങൾക്ക് തകർക്കാനാവില്ല, പകരം പൂക്കൾ ഇറുത്തു മാറ്റാനേ ആകൂ എന്ന് പറയുന്നിടത്ത് നിഷ്കരുണം ഇറുത്തു മാറ്റിയ സഖാവ് പുഷ്പന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് സാംസ്കാരിക ഇടങ്ങളെ ഏറ്റവും ശക്തമായ ചിന്തകളോടുകൂടി, ഏറ്റവും
പ്രതിപാദനപരമായി ആസ്വാദനത്തിന്റെ ഇടങ്ങളിലേക്ക് എത്തുകയും പരസ്പരം അതിനെക്കുറിച്ച് സംവേദിക്കുകയും ചെയ്യേണ്ട ചുമതലയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സാംസ്കാരിക സദസ്സ് നിങ്ങളോട് പങ്കുവെക്കുന്നത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ലാൽ സലാം.